കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം, രൂപക്കള സമർപ്പണം ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയും ഒത്താശയോടെയുമാണ് നടക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഭരണകൂടം നൽകുന്ന മൗനാനുവാദം ദുരൂഹമാണ്. ഒരു മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് ആക്ഷേപിച്ചിട്ടും നടപടികളുണ്ടാവുന്നില്ല. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ വെള്ളാപ്പള്ളിക്കാവില്ല എങ്കിലും CPM-നാവുമെന്നതാണ് കേരളത്തെ ഭയപ്പെടുത്തേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമവും ജനപ്രതിനിധിക്ക് സ്വീകരണവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി 10ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധി സുജാത സത്യനെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ് മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ റഫീഖ്, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും സമ്മേളനം ആദരിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു ന്യൂജൻ പൊളിറ്റിക്സ് അവതരിപ്പിച്ച് പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താതെ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ സാധ്യമല്ല.